1999 ശ്രീ ഇ.കെ. നായനാർ സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത്. 2016 അതായത് കഴിഞ്ഞ സർക്കാർ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരണം ആരംഭിച്ച സർക്കാർ കേരളത്തിൻ്റെ വികസന പദ്ധതിയായി കിഫ്ബിയെ മാറ്റി. ഇന്ന് കേരള വികസനത്തിലെ നിർണായക പങ്കുള്ള സ്ഥാപനമായി കിഫ്ബി മാറി. ആകെ 1147 പദ്ധതികൾക്ക് അനുമതി, 87,408 കോടി 62 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി. കിഫ്ബി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ പൊതുമരാമത്ത് പദ്ധതികളാണ്. പൊതുമരാമത്ത് വകുപ്പ് വഴി മാത്രം 511 പദ്ധതികൾ, 33,101 കോടി രൂപ ഇതിൻ്റെ ഭാഗമായി ഫണ്ട് അനുവദിക്കപ്പെട്ടു. പതിറ്റാണ്ടുകളായി നമ്മുടെ നാട് ആഗ്രഹിച്ച പദ്ധതികൾ യാഥാർത്ഥ്യമായത് കിഫ്ബി വഴിയാണ്. ഒരിക്കലും നടക്കുമെന്ന് നമ്മളൊന്നും കരുതാത്ത, നടക്കില്ലെന്ന് ഉറപ്പിച്ച വികസന പദ്ധതികളാണ് കിഫ്ബി വഴി യാഥാർത്ഥ്യമായത്. കിഫ്ബി പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പശ്ചാത്തല വികസനം സാധ്യമാക്കി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അടക്കം നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്നു. നല്ല റോഡുകളും പാലങ്ങളും യാഥാർത്ഥ്യമായി. ഡിസൈൻഡായ നിലവാരമുള്ള പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയത്. 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ മേൽപ്പാലങ്ങൾ, 15 ഫ്ലൈ ഓവറുകൾ, ഒരു അടിപ്പാത എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് കിഫ്ബി വഴിയാണ്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ എന്നിവയും കിഫ്ബി മുതൽ മുടക്കിലാണ്. റെയിൽവേ ഓവർബ്രിഡ്ജുകളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രധാന പങ്കാളിത്തം കിഫ്ബിയാണ്. ദേശീയ പാതയുടെ ഭൂമി ഏറ്റെടുക്കലിന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട 5,580 കോടി രൂപയും കിഫ്ബി വഴിയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് നൽകിയ തുക സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുകയാണ് പിന്നീട് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഫലത്തിൽ 11,000 കോടിയിലേറെ രൂപ കിഫ്ബിക്ക് NH-66 വികസനവുമായി ബന്ധപ്പെട്ട് സഹിക്കേണ്ടി വന്നു. സ്ഥലം ഏറ്റെടുക്കലടക്കം കിഫ്ബി വഴി 15,000 കോടിയോളം രൂപയുടെ 100ഓളം പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു.
7,200 കോടി രൂപയുടെ 132ഓളം പദ്ധതികൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവയും സമയബന്ധിതമായി പൂർത്തിയാക്കുവാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ ഒരു 8-9 വർഷമായി സാധ്യമാക്കിയതിലെ സുപ്രധാന പങ്ക് കിഫ്ബിയാണ്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവ നവീകരിച്ചത് കിഫ്ബി ഫണ്ടിംഗ് വഴിയാണ്. കേരളം നമ്പർ 1 എന്നതിലേക്ക് എത്തുന്നതിൽ കിഫ്ബി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.